അപ്പോഴത്തേക്ക് ആ പോസ്റ്റിംഗ് ഓർഡർ കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര വിഷമമായി. ഓരോരുത്തർ വന്നിട്ട് ഭയങ്കര നിലവിളിയും കരച്ചു. ആ കരഞ്ഞവരൊന്നും ഇപ്പം ഇല്ല സാറ്. എനിക്ക് വേണ്ടി കരഞ്ഞവരെല്ലാം പോയി. പിന്നെ അവര് തന്നെ ആരെയൊക്കെയോ ഇടപെട്ട് അന്ന് എനിക്ക് വേണ്ടി കരഞ്ഞവരാരും ഇപ്പോൾ ഇല്ല സാറേ. വെള്ളാർമല സ്കൂളിലെ ഉണ്ണിമാഷ് വയനാട് ദുരന്തത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ പറഞ്ഞതാണിത്. ഉരുൾപൊട്ടലിൽ വെള്ളാർമല സ്കൂളിന്റെ ഭൂരിഭാഗവും തകർന്നു പോയിരുന്നു. അതുപോലെ തന്നെ ആ സ്കൂളിൽ പഠിച്ച കുറേയധികം കുട്ടികളെ കാണാതാവുകയും കുറേയധികം കുട്ടികൾ മരണപ്പെടുകയും ചെയ്തിരുന്നു. ഉണ്ണിമാഷ് എന്നാൽ ആ സ്കൂളിലെ പ്രിയപ്പെട്ട മാഷായിരുന്നു. 18 വർഷത്തോളം വെള്ളാർമല സ്കൂളിൽ അധ്യാപന സേവനം അനുഷ്ഠിക്കുകയായിരുന്നു അദ്ദേഹം. ആലപ്പുഴ ജില്ലക്കാരനായ ഈ ഉണ്ണിമാഷ് ട്രാൻസ്ഫർ ലഭിച്ചിട്ട് പോലും വയനാട്ടിലെ വെള്ളാർമല സ്കൂളിൽ നിന്ന് വിട്ടുപോകാൻ തയ്യാറായില്ല. കാരണം ആ നാട്ടുകാരുടെ സ്നേഹവും സ്കൂളിലെ കുട്ടികളുടെ സ്നേഹവും അത്രക്കുണ്ടായിരുന്നു ഉണ്ണിമാഷോട്. ട്രാൻസ്ഫർ ലഭിച്ച അന്ന് ഉണ്ണിമാഷോട് നാട്ടുകാരും കുട്ടികളും കരഞ്ഞു പറഞ്ഞിരുന്നു, ഞങ്ങളെ വിട്ടു പോകല്ലേ എന്ന്. ആ സംഭവം ഇപ്പോൾ ഓർത്തെടുത്ത് ഉണ്ണിമാഷ് പറയുകയാണ്, എനിക്ക് വേണ്ടി കരഞ്ഞവരാരും ഇപ്പോൾ ഇല്ല സാറേ എന്ന്. നമുക്ക് സ്നേഹിക്കുമല്ലോ, ഓരോരുത്തരങ്ങ് സ്നേഹിക്കുമല്ലോ, അത്രേ ഉള്ളൂ. സ്നേഹം മാത്രം, വേറൊന്നുമില്ല. കറകളഞ്ഞ സ്നേഹം എല്ലാവരുടെയും. പ്രമോഷൻ കിട്ടിയിട്ടും അത് ഒഴിവാക്കി ഇവിടെ നിന്നു എന്ന് പറയുന്നുണ്ട്. അത് പിന്നെ ട്രാൻസ്ഫർ SSKയിലേക്ക് എന്നെ പോസ്റ്റ് ചെയ്തായിരുന്നു. അമ്പലപ്പുഴ BRCയിലേക്ക് അവിടെയുള്ള അധ്യാപകരെല്ലാവരും കൂടെ എന്നെ പോസ്റ്റ് ചെയ്തിട്ട് പോസ്റ്റിംഗ് ഓർഡർ ഒരു പ്രാവശ്യം ഇങ്ങോട്ട് അയച്ചായിരുന്നു. അപ്പോഴത്തേക്ക് ആ പോസ്റ്റിംഗ് ഓർഡർ കണ്ടപ്പോൾ ഇവർക്കൊക്കെ ഭയങ്കര വിഷമമായി. ഓരോരുത്തർ വന്നിട്ട് ഭയങ്കര നിലവിളിയും കരച്ചു. ആ കരഞ്ഞവരൊന്നും ഇപ്പം ഇല്ല സാറ്. എനിക്ക് വേണ്ടി കരഞ്ഞവരെല്ലാം പോയി. പിന്നെ അവര് തന്നെ ആരെയൊക്കെയോ ഇടപെട്ടിട്ട് അത് മാറ്റിയതാണ്. പിന്നെ വൈഫിനെ വിളിച്ച് എല്ലാവരും കൂടി ഭാര്യയെ വിളിച്ച് പറഞ്ഞ് മാഷിനെ ഇവിടുന്ന് കൊണ്ടുപോകരുതെന്ന് പറഞ്ഞപ്പോൾ അവള് പറഞ്ഞു, നമുക്ക് നമ്മളെ ഇഷ്ടപ്പെടുന്ന ലോകത്തല്ലേ നമ്മൾ ജീവിക്കണ്ടേ, നമ്മളെ വേണ്ടെടുത്തല്ലേ നമ്മൾ വേണ്ടത്. അപ്പം നമ്മളെ ഇവിടെ ആവശ്യമാണ്, നിങ്ങൾ അവിടെ തന്നെ നിന്നോളാം അവള് പറഞ്ഞു. ഇപ്പോൾ ആ ദുരന്ത മുഖത്ത് നിസ്സഹായ നിൽക്കുകയാണ് ആ പാവം ഉണ്ണിമാഷ്.